ഇക്കോലാണ് ചാവൂല ഗൈസ്. അമ്മ ചൂട്, പെരുംചൂട് പറഞ്ഞാല് ഇല്ല. ചൂടിൻ്റെ അങ്ങേ തല നിൽക്കാൻ വയ്യ. ഈ എ സി ഒക്കെ ഫിറ്റ് ചെയ്തിട്ടും കാര്യമില്ല. ഈ ബോഡിയിൽ ഫിറ്റ് ചെയ്യുന്ന വല്ല എ സി ഉണ്ടെങ്കിൽ അതേ നടക്കുള്ളൂ. അക്കോലം ചൂടാ. കേരളത്തിലൊക്കെ ഇനി ജീവിക്കണം എന്നുണ്ടെങ്കിൽ മക്കളെ കുറച്ച് ബുദ്ധിമുട്ട്. കേരളത്തിലൊക്കെ ഇനി ജീവിക്കണം എന്നുണ്ടെങ്കിലേ മക്കളെ കുറച്ച് ബുദ്ധിമുട്ടും. അക്കോലാണ് വെയിൽ ചൂടും. സത്യം പറയണ ഈ സാധാരണക്കാരാട്ടോ ഇതിൽ കുടുങ്ങണത്. എന്താ വെച്ചാൽ കിടക്കാനും വയ്യ, നിൽക്കാനും വയ്യ, നടക്കാനും വയ്യ അവസ്ഥ. ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ രാത്രിയിൽ പെരും കരച്ചിൽ പറഞ്ഞാൽ ഫാനാണെങ്കിൽ തന്നെ ഫാൻ ഉണ്ടെങ്കിൽ തന്നെ ചൂട് കാറ്റാ. എന്നാലും കുറച്ചെങ്കിലും ശമനം കിട്ടും. അത് കൂടെ കറണ്ട് രാത്രിയിൽ ഒരു 3-4 വട്ടം പോകും രാത്രിയിൽ. പിന്നെ കുട്ടികൾ എന്താ പറയുക എണീറ്റ് ഉത്തർന്ന് കരയുക, അങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഈ കറണ്ട് ബില്ലൊക്കെ ഈ കറണ്ടൊക്കെ ഈ ചൂട് സമയത്തൊക്കെ ഇങ്ങനെ കട്ടാക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു മനസാക്ഷി കാണിക്കണം. കാരണം പാവങ്ങൾക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. പണക്കാർക്ക് പിന്നെ എ സിയും സോളാറ് മറ്റേത് കുറച്ച് ഇൻവെർട്ടർ ഒക്കെ ഉണ്ടായതുകൊണ്ട് വലിയ ഇഷ്യൂ കാര്യങ്ങളും ഇല്ല. പക്ഷേ സാധാരണക്കാർ ഇതിൽ കുടുങ്ങാണ്. ഇത്രയും പെട്ടെന്ന് ഇനി ഏത് ഗവൺമെൻറ് ആണെങ്കിലും എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. ഒന്നെങ്കിൽ എല്ലാ വീടുകൾക്കും സോളാർ പാനൽ സബ്സിഡിയിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കുറഞ്ഞ പൈസക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഓരോരോ എ സി ഈ സാധാരണക്കാർക്ക് സബ്സിഡി വഴി എ സി കൊടുക്കുക. ഇപ്പോൾ കെ ഫോൺ പറഞ്ഞാണ്ട് വൈഫൈൻ്റെ ഒക്കെ കണക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് ഈ ഒരു എ സി. കാരണം ഈ വൈഫൈൻ്റെ ഒന്നും ആവശ്യം എനിക്ക് തോന്നണില്ല ഉണ്ട് എന്നുള്ളത്. കാരണം നെറ്റ് ഇത് വലിയ ആവശ്യമല്ല. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനും അതിനും ഇതിനൊക്കെയാണ് ഈ നെറ്റിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അതിനെക്കാട്ടിലൊക്കെ നല്ലത് ജീവിക്കാനുള്ള ഈ ഒരു സംവിധാനം സെറ്റാക്കുക എന്നുള്ളത്. ഒന്നാമത്തേത് സോളാറ്, രണ്ടാമത്തേത് ഒരു എ സി എല്ലാ പാവങ്ങളുടെ വീട്ടിലേക്കും ലഭിക്കത്തക്ക രീതിയിൽ ഇനിയുള്ള ഗവൺമെൻറ്റെങ്കിലും അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. വന്നാൽ മതിയായിരുന്നു. കാരണം സാധാരണക്കാർ ഉരുകിത്തീരുകയാണ്. സാധാരണ ജനങ്ങൾ ഉരുകിത്തീരുകയാണ്. പണക്കാർക്കൊരു പ്രശ്നവുമില്ല, പക്ഷെ സാധാരണക്കാർ ഉരുകിത്തീരുകയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഫെസിലിറ്റീസ് ഈ ഗവൺമെൻറ്, ഇനി ഏത് ഗവൺമെൻറ് ആണെങ്കിലും ആ ഗവൺമെൻറ് കൊണ്ടുവരണം ദയവ് വിചാരിച്ചിട്ട്. കാരണം ഇല്ലെങ്കിൽ ചത്തുപോകും സാധാരണ ജനങ്ങൾ. ചൂട് സഹിക്കാൻ വയ്യാണ്ട് ചത്തുപോകും. അത്രത്തോളം ചൂടാണ്. ഇനിയിപ്പോൾ സാധാരണക്കാർ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ടൊരു EMIയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ടൊരു എ സി വാങ്ങി തന്നെ കൂട്ടിക്കോ, കറണ്ട് ബില്ല് അവർക്ക് താങ്ങാൻ പറ്റൂല. അത്രത്തോളം കറണ്ട് ബില്ലാണ് വരുന്നത്. 4000 രൂപ ഒക്കെ ആയിട്ടാണ് കറണ്ട് ബില്ല് വരുന്നത്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കണം, ഉണ്ടാക്കി തരണം എന്നാണ് അപേക്ഷ ദയവ് വിചാരിച്ചിട്ട്. ഇനി ഏത് ഗവൺമെൻറ് ആണെങ്കിലും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഈ വേനൽക്കാലത്ത് നിങ്ങൾ ചെയ്തു തരണം. അല്ലെങ്കിൽ നടക്കൂല. കാരണം അത്രത്തോളം ചൂടാണ്. ഉരുക്കി തീരുകയാണ് മനുഷ്യന്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ തുടച്ചതാണ് പിന്നെയും വന്നു. അക്കോലം ചൂടാണ്. ഇപ്പോൾ ഉച്ച ആയിട്ടില്ല, ഇപ്പം എത്ര ആയിട്ടുള്ളൂ എന്നോ 11:30 ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു 12-1 മണിയാവുമ്പോൾ ഇവിടുത്തെ ചൂട് എന്തായിരിക്കും എന്ന് ആലോചിച്ചു. അതും ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടമുള്ള ഏരിയയാണ്. എന്നിട്ടാണ് ഇത്ര ചൂട്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത്രയും ചുറ്റുപാടും കണ്ടോ, ഇതുണ്ടോ, ഇത്രയും ചുറ്റുപാടും ഇങ്ങനെ മരമുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. എന്നിട്ടാണ് ഈ കോലം ചൂട്. എന്നൊക്കെ കാറ്റ് വരുന്നുണ്ട്, എന്നിട്ടാണ് ഈ കോലം ചൂട്. അപ്പം മരങ്ങളും കൂടി ഇല്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം ഗവൺമെൻറ് ഇതിന് എടുക്കണം. അങ്ങനെ എന്തെങ്കിലും നിർബന്ധമാണ്. അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ചത്തുപോകും. കോലാണ് ചൂട്.